നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കേരള തീരത്തുണ്ടായ 2 കപ്പൽ ദുരന്തങ്ങളുടെ ഭീതിയിൽ നിന്ന് നാം മാറുന്നതിന് മുമ്പ് രാജ്യത്തൊരു വലിയ വിമാനാപകടം, ഒരുപക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു വിമാനാപകടമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായത്. ഇത് എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 എന്ന് പറയുന്ന വിമാനമാണ് തകർന്നത്. ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ മുകളിലൂടെയാണ് വിമാനം വീണിരിക്കുന്നത്. 242 യാത്രക്കാരുണ്ടായിരുന്നു. വിജയ് രൂപാണി അടക്കം മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയുന്നത്. നിരവധി പേരുകൾ, 100-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചിരിക്കുന്നത്? അതിന്റെ കാലപ്പഴക്കമാണോ, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിൻ തകരാറാണോ, എന്താണെന്നുള്ള കോക്ക് ബോക്സ് ഒക്കെ കിട്ടുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിമാനത്തിന്റെ കാര്യത്തിലും കപ്പലിന്റെ കാര്യത്തിലും ദുരന്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു അട്ടിമറിയുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കിനി അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയമാണ്. പാകിസ്ഥാനുമായി നമ്മൾ നല്ല നിലയിലല്ല, ചൈനയുമായി നല്ല ബന്ധത്തിലല്ല, ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും നമ്മെ നോക്കിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള വലിയ ഒരു പ്രതിസന്ധിയൊക്കെ ഉള്ള കാലഘട്ടത്തിലൂടെയാണ്. കാരണം ഒരാളിന് പ്രഭാവം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഊർജ്ജം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ കൂടുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം കഴിഞ്ഞ് പാകിസ്ഥാനെതിരെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി നാം വലിയ പ്രചരണമെല്ലാം നടത്തി. എല്ലാ ആളുകളും വന്ന് അവരെല്ലാം പ്രധാനമന്ത്രി കണ്ട് ഇന്നലെ അതിന്റെ സന്തോഷമൊക്കെ പങ്കുവച്ച് 24 മണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പാണ് ഇന്ന് വൈകുന്നേരം 5-5:30 മണിക്ക് എത്തേണ്ട, ഏകദേശം 6:30 മണിക്ക് ലണ്ടനിൽ എത്തേണ്ട 13 മണിക്കൂർ യാത്ര ചെയ്ത് പോകേണ്ട വിമാനം വളരെ കൃത്യമായി അത് മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കത് പറയാവുന്നതിലധികം പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 100-ലധികം യാത്രക്കാർ മരിച്ചുപോയാൽ, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പൈലറ്റിന്റെ അവസ്ഥ അറിയില്ല, അങ്ങനെ ധാരാളമായി. പിന്നെ അതിനകത്ത് ക്രൂസ് കാണും, പിന്നെ ധാരാളം അതിന് ജീവനക്കാർ കാണും, യാത്രക്കാരിൽ VIPs എത്രയുണ്ട്, അങ്ങനെ ലണ്ടനിലേക്കുള്ള പോകുന്നതാണ്. അപ്പോൾ ധാരാളമായി വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ കാണും. പ്രമുഖർ മരിച്ചാലും ആര് മരിച്ചാലും രാജ്യത്തിന് നഷ്ടം തന്നെയാണ്. പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ ആ നഷ്ടത്തിന്റെ ആഘാതം ഒന്നുകൂടെ കൂടും. കാരണം അങ്ങനെ ഒരാളെ വീണ്ടും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരെയും പറ്റുകയില്ല. എന്നാൽ പോലും നമ്മൾ പലപ്പോഴും അധികാരസ്ഥാനത്തോ അല്ലെങ്കിൽ പ്രമുഖരായ ആളുകൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കൂടുതൽ നഷ്ടമാണെന്ന് പറയുന്ന ഒരു സ്വാഭാവിക രീതി വെച്ച് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഏതൊരാളിന്റെ മരണമായാലും സാധാരണക്കാരന്റെ മരണമായാലും വലിയ പ്രതിസന്ധിയാണ് നമ്മൾ വിമാന അപകടത്തിലൂടെ വന്നിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ലണ്ടനിലേക്ക് പോകുന്ന വിമാനം പറന്നുയർന്ന് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ 1:49-നോ 1:50-നോ മറ്റാണ് ഉയർന്ന് 2 മണിക്കകത്ത് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അത് വലുതായിട്ട് ആകാശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെന്തോ സംഭവിച്ചിരിക്കുന്നു. എഞ്ചിൻ തകരാറാണോ, ഡീസലിന്റെ ഇന്ധനത്തിന്റെ തകരാറാണോ, എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ ഗുജറാത്തിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ അങ്ങോട്ട് പോകുമോ എന്ന് അറിയത്തില്ല. പക്ഷെ ആവശ്യമായ നിർദ്ദേശം ആഭ്യന്തരമന്ത്രി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും നടുക്കിയ വലിയൊരു വിമാന അപകടമാണ്. സാധാരണ വാഹനാപകടങ്ങളിൽ വെച്ച് ഏറ്റവും കുറച്ച് മാത്രം സംഭവിക്കുന്നതാണ് വിമാനാപകടം. പക്ഷെ ഇപ്പോൾ ഇത് വലിയൊരു ദുരന്തമായി വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ 2 കപ്പൽ ദുരന്തം കണ്ട് അതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് മലയാളി ഉണരുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു വാർത്ത ഇന്ന് ഉച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇതിന്റെ ന്യായാന്യായങ്ങളൊക്കെ ഇനി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വിമാനം തകർന്നു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന വാർത്ത. അതിൽ നിന്ന് പുക ഉയരുന്നു, തീ ഉണ്ടാകുന്നു, നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇനിയും പല ആളുകളുടെ നില അതീവ ഗുരുതരമാണ്.